തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ മോഷണം നടന്നു. 2 കോടി വിലമതിക്കുന്ന ആനക്കൊമ്പുകളാണ് മോഷണം പോയത്. DJ പാർട്ടിക്കായി വന്നവരാണ് മോഷണം നടത്തിയതെന്നാണ് FIR ഇട്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഏറ്റവും തന്ത്രപ്രധാനമായ ഇടത്താണ് ഈ മോഷണം നടന്നിരിക്കുന്നത് എന്നാണ് സാഹചര്യം. പാങ്ങോട് വഴി യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം, അതിലെയൊന്ന് ആ റോഡിൽ കൂടി പോലും യാത്ര ചെയ്യുന്നതിന് എത്ര വലിയ നിയന്ത്രണമുള്ള ഇടമാണ്. മാത്രമല്ല ഒരു മിലിറ്ററി ക്യാമ്പാണ്, മറ്റിടം ഒരു സ്ഥലവുമല്ല. അവിടെ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന ഗുരുതരമായ ചോദ്യമാണ്. ക്യാമ്പിനുള്ളിൽ നിന്ന് തന്നെ സഹായം കിട്ടിയോ എന്നൊരു കാര്യം കൂടി പോലീസിൻ്റെ അന്വേഷണത്തിലേക്ക് കടന്നു വരുമെന്ന് നമുക്ക് കരുതാം. കാരണം അങ്ങനെ ഒരു സഹായം കിട്ടാതെ എങ്ങനെ മോഷണം നടന്നു എന്ന ചോദ്യം കൂടിയാണ്. വളരെ ഗുരുതരമായൊരു വിഷയമാണ് രൂപപ്പെടുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടി വരും എന്നത് ഉറപ്പാണ്. സ്വാഭാവികമായും ഈ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലാണ് മോഷണം നടന്നിരിക്കുന്നത്. 2 കോടി രൂപ വിലമതിക്കുന്ന ആനക്കൊമ്പുകളാണ് മോഷണം പോയത്. DJ പാർട്ടിക്കായി വന്നവരാണ് മോഷണം നടത്തിയതെന്നാണ് FIR. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, ഈ മിലിറ്ററി ക്യാമ്പിൽ എങ്ങനെ ആനക്കൊമ്പ് വന്നു എന്ന് വെച്ചാൽ ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ക്യാമ്പ് അവിടെ രൂപപ്പെടുന്ന കാലത്ത് തന്നെ ഉണ്ടായതാണ്. പോലീസ് ആനക്കൊമ്പ് അത് അവിടെ സംരക്ഷണയിലായിരുന്നു. പിന്നീടാണ് ഇക്കാര്യത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നത്. VV അരുൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, വളരെ ഗൗരവമുള്ള കാര്യമാണ്. പോലീസിൻ്റെ അന്വേഷണം ഏത് രീതിയിലേക്ക് എന്നൊരു ചോദ്യമുണ്ട്. ഇതിനിടയിൽ ക്യാമ്പിനുള്ളിൽ നിന്നുള്ള സഹായമില്ലാതെ ഈ മോഷണം നടക്കുമോ എന്ന സ്വാഭാവിക സംശയം ഉയരും. പോലീസ് അത്തരം സംശയം പുലർത്തുന്നുണ്ടോ? വശങ്ങളും അന്വേഷിക്കുന്നുണ്ട്. പോലീസ് അന്വേഷിക്കുന്നത് മാത്രമല്ല, മിലിറ്ററി ഉദ്യോഗസ്ഥർക്കും ഇത് വലിയ നാണക്കേടായി മാറിയിട്ടുണ്ട്. അവർ പരമാവധി വിവരം രഹസ്യമാക്കി വെക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ഇന്ന് വാർത്ത പുറത്ത് വന്നിരിക്കുന്നു. എങ്ങനെയാണ് ഇത് പോയെന്ന കാര്യത്തിൽ ഇപ്പോഴും ഉദ്യോഗസ്ഥർക്കൊരു വ്യക്തതയില്ല. പൂർണ്ണമായും പോലീസിന് അന്വേഷണം കൈമാറിയിരിക്കുന്നു. പോലീസ് തന്നെ അന്വേഷിക്കട്ടെ നിലപാടിലാണ് പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളത്. കാരണം ക്യാമ്പിൽ നിന്നുള്ള സഹായമില്ലാതെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരാൾക്ക് അകത്ത് കടന്നു കയറാനും അല്ലെങ്കിൽ അത് അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകാനും കഴിയുക എന്ന ചോദ്യമാണ് മിലിറ്ററി ഉദ്യോഗസ്ഥരെയും കുഴയ്ക്കുന്നത്. 18ഓളം പേരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം. ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു കൂട്ടായ്മയായിരുന്നു. അതിന്റെ ഭാഗമായാണ് അവിടെ DJ പാർട്ടി സംഘടിപ്പിച്ചത്. ഒരു പ്രത്യേക ഏതെങ്കിലും ഗ്രൂപ്പിന് പകരം പല വിഭാഗങ്ങളിൽ നിന്നും ആളുകളായിരുന്നു പാർട്ടിയുടെ ഭാഗമായി അവിടെ എത്തിയത്. അതിൽ സ്വാഭാവികമായും പാട്ട് DJ നടത്തുന്നവരുണ്ട്, അതുപോലെ തന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റം കൊണ്ടുവരുന്നവരുണ്ട്. അതെല്ലാം പല വിഭാഗങ്ങളിൽ നിന്നും ആളുകളെന്നാണ് പോലീസിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നവർ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ടീം എന്ന രീതിയിലല്ല ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ 18 പേരിൽ ആരാണ് മോഷ്ടിച്ചെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സ്വാഭാവികമായി ഇവരുടെയൊക്കെ ഒരു മുൻകാല ചരിത്രം കൂടി പോലീസിന് പരിശോധിക്കേണ്ടി വരും. ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ഒരു പരിപാടിയായിരുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ഒരു ഗെറ്റ് ടുഗദർ നിലയ്ക്കുള്ള ഒരു പരിപാടിയാണ് അവിടെ നടന്നത്. മെസ്സിലാണ്, ഈ മിലിറ്ററി ക്യാമ്പിലെ മെസ്സിലാണ് ആനക്കൊമ്പ് സൂക്ഷിച്ചിരുന്നത്. അതിന്റെ വലിപ്പവും മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെ മിലിറ്ററി ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. പ്രാഥമികമായ പരാതി മാത്രമാണ് ലഭിച്ചത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ കൂടുതൽ പരിശോധനകൾക്ക് ഈ ഭാഗത്തേക്ക് ഇപ്പോൾ മറ്റാരെയും കടത്തി വിടുന്നില്ല. അതായത് മെസ്സിന്റെ ഭാഗത്തേക്ക് മിലിറ്ററി ഉദ്യോഗസ്ഥർ പോലും ആരും കടന്നു പോകാത്ത തരത്തിൽ അവിടെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് തന്നെ പറയുന്നത്. ആ രീതിയിലുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ഏതാണ്ട് 97 വർഷം പഴക്കമുണ്ട്, 97 വർഷമെങ്കിലും പഴക്കമുള്ള ആനക്കൊമ്പാണിത്. 97 വർഷം മുമ്പ് സർക്കാരിൽ നിന്ന് സേനയ്ക്ക് ലഭിച്ച ആനക്കൊമ്പ്, അതാണ് മോഷണം പോയിരിക്കുന്നത്. അത്രയധികം പഴക്കമുള്ള ആനക്കൊമ്പുകളാണ്. 2 ആനക്കൊമ്പ് 2 കോടിയിലധികം രൂപ വില വരുമെന്ന ഒരു പതിപ്പ് വിലയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സംഭവമാണ്. വളരെ ഗൗരവമുള്ള സംഭവമാണ്. സേനയ്ക്ക് നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലുള്ളത്. ആ വഴികളിൽ പോലും സാധാരണക്കാർക്ക് വാഹനം എത്താൻ പോലും അനുമതിയില്ലാത്ത സ്ഥലമാണ്. ക്യാമ്പിനുള്ളിൽ കടക്കണമെങ്കിൽ കൃത്യമായ സുരക്ഷാ പരിശോധനകൾക്ക് വിധേയരാകണം. സ്വാഭാവികം പുറത്തേക്ക് പോകുമ്പോഴും അത്തരം പരിശോധന വേണമെന്നാണ് ചട്ടം. അത് ഉണ്ടായിട്ടില്ല എന്ന് വേണം ഇവിടെ കരുതാൻ. എങ്ങനെയാണിത് കടത്തിക്കൊണ്ടു പോയത്? സംഗീത ഉപകരണങ്ങളുടെ ബാഗുകളിലേക്ക് കടത്തിക്കൊണ്ടു പോയതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലൂടെ പുറത്തു കൊണ്ടുപോയ കാര്യത്തിൽ വ്യക്തത വന്നിട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ അന്വേഷണമുണ്ട്. മിലിറ്ററി PRO അടക്കമുള്ളവർ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുവെങ്കിലും അവർ ഇതുവരെയും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല. അത്രയധികം നാണക്കേടുണ്ടാക്കിയ വിഷയമായി ഇതിനകം സേനയ്ക്ക് പാങ്ങോട് മിലിറ്ററിയുമായി ബന്ധപ്പെട്ടവർക്ക് മാറിക്കഴിഞ്ഞു. തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്നൊക്കെ പറയുന്നതിന് സമാനമായ കാര്യമായി തന്നെ ഇതിനെ കാണണം. അത്രയധികം സുരക്ഷാ ക്രമീകരണങ്ങളുള്ള, പുറത്തുനിന്ന് ആർക്കും സേനയുടെ കനത്ത കാവൽ മറികടന്ന് ചെല്ലാൻ കഴിയാത്ത സ്ഥലമാണ്. മെസ്സിൽ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള
ആളുകൾ എപ്പോഴും ഉള്ള സ്ഥലമാണ്. അവിടെ സ്വാഭാവികമായും CCTV അടക്കം ഉണ്ടാകേണ്ടതുണ്ട്. എങ്ങനെയാണ് അവിടെ നിന്ന് ഈ ആനക്കൊമ്പുകൾ കടത്തിക്കൊണ്ടുപോയെന്ന ചോദ്യമാണ്. സേന പരമാവധി ഇത് രഹസ്യമാക്കി വെക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇപ്പോൾ വാർത്തയായി. പക്ഷേ അവരുടെ ഭാഗത്ത് പ്രതികരണങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യെസ്, അരുൺ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണം കൂടിയാണ് നടക്കുന്നത്. എന്തായാലും പോലീസ് ഇതിൽ സേനയ്ക്ക്, അതായത് മിലിറ്ററിക്ക് ഏറെ നാണക്കേടുണ്ടാക്കുന്ന സംഭവം കൂടിയാണ്. അതീവ സുരക്ഷാ മേഖലയിലാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. അരുൺ, ഒരു കാര്യം, ഈ മോഷണം നടന്നത് എന്നാണ് അരുൺ? ആ ഡേറ്റ് കൃത്യം എങ്ങനെയാണ്? ഒപ്പം അത് നടന്ന വഴി ഈ സേനയിലെ മിലിറ്ററിക്ക് അകത്തെ ആരുടെയെങ്കിലും സഹായമുണ്ടോ എന്ന സംശയം സ്വാഭാവികമായും പോലീസിനും ഉണ്ടാവുമല്ലോ, അല്ലേ? തീർച്ചയായിട്ടും പോലീസ് അങ്ങനെ അത് ഔദ്യോഗികമായി പറയുന്നില്ലെങ്കിൽ പോലും അത്തരം സാധ്യതകളും പരിശോധിക്കും. ഇങ്ങനെയാണ് അതിന്റെ FIR-ൽ പറയുന്നത്. ഏതോ പ്രതിക്ക് പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കോമ്പൗണ്ടിൽ സൂക്ഷിച്ചിരുന്ന ആനക്കൊമ്പുകൾ മോഷണം ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള ഉദ്ദേശത്തോട് ഇത് വളരെ അപ്രതീക്ഷിതമായി നടന്ന ഒന്നല്ല, കൃത്യമായ ആസൂത്രണത്തോടെ നടന്ന ഒന്ന് എന്നാണ് FIR-ൽ പോലീസ് സംശയിക്കുന്നത്. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലെ ഓഫീസേഴ്സ് മെസ്സിൽ ഏതോ വിധം അതിക്രമിച്ചു കയറി മെസ്സിൽ സൂക്ഷിച്ചിരുന്ന 2 കോടി വില മതിക്കുന്ന 2 ആനക്കൊമ്പുകൾ 11/2/2026-നും 12/2/26 9 മണിക്ക് രാവിലെ 9 മണിക്കും ഇടയിലുള്ള ഏതോ സമയം മിലിറ്ററി സ്റ്റേഷനിൽ DJ പാർട്ടി നടത്തുമായി ബന്ധപ്പെട്ട് വന്ന ആരോ മോഷണം ചെയ്തു കൊണ്ടുപോയി എന്നുള്ളതാണ് FIR. അതായത് ഈ 11-ാം തീയതിക്കും 12-ാം തീയതി 11-ാം തീയതി രാത്രിയും 12-ാം തീയതി രാവിലെ 9 മണി വരെയുള്ള സമയം, ആ സമയമാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. ആ സമയത്ത് മോഷണം നടന്നു എന്നാണ് സംശയിക്കുന്നത്. അതായത് DJ പാർട്ടിക്ക് വന്ന ആളുകൾ ഇത് കടത്തിക്കൊണ്ടുപോയിരിക്കണം. സ്വാഭാവികമായും സ്റ്റേഷനിലെ ആരുടെയെങ്കിലും പങ്ക് എന്ന കാര്യത്തിൽ FIR-ൽ പറയുന്നില്ല. അവരുടെ പങ്കില്ലാതെ അറിവില്ലാതെ നടക്കുമോ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരുന്നുമുണ്ട്. ഇനി ആരുടെയെങ്കിലും കൂടി സ്വാഭാവികമായും ഈ DJ സംഘം വരുമ്പോൾ അവർക്ക് ഒന്നുകിൽ ഇതേപ്പറ്റി അറിവുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ അറിവുള്ള ആരെങ്കിലും അവരെ സഹായിച്ചിരിക്കണം. ഇങ്ങനെ ആനക്കൊമ്പുകളുണ്ട്, ഇത്രയും വിലമതിപ്പുള്ള ആനക്കൊമ്പുകളാണ്, അത് അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകാനുള്ള ഒത്താശ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അവിടുത്തെ കരാർ ജീവനക്കാരുടെ ഭാഗത്തുനിന്നോ ഒക്കെ ഉണ്ടായിരിക്കണം. അത്തരം കാര്യങ്ങളിലേക്ക് വിശദമായി തന്നെ അന്വേഷണ സംഘം കടന്നിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും വളരെ ഗൗരവമുള്ള, വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ പുറത്തു വന്നത്. യെസ്, എന്തായാലും വളരെ ഞെട്ടിക്കുന്ന, ഇക്കാര്യത്തിൽ മിലിറ്ററിയെ സംബന്ധിച്ച് നാണം കെടുത്തുന്ന ഒരു സംഭവമാണ്. കാരണം അതീവ സുരക്ഷയുള്ള ഇടമാണ്, പുറത്തുനിന്ന് ആർക്കും പ്രവേശനമില്ലാത്ത, അവിടെ എത്തുന്ന ഓരോരുത്തരും നിരീക്ഷണ വിധേയമാവുന്ന ഒരിടത്ത് എങ്ങനെ ഈ മോഷണം നടന്നു എന്ന ചോദ്യമാണ്. മാത്രമല്ല, സൈന്യത്തിൻ്റെ ഒരു കേന്ദ്രത്തിൽ ഇത്തരം നടക്കുമ്പോൾ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ ഒരു ക്യാമ്പാണ്. ആ ക്യാമ്പിൽ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് വളരെ ഗുരുതരമായ ചോദ്യം കൂടി ഉയരുകയാണ്. ഇതിൽ സൈനിക കേന്ദ്രങ്ങളുടെ മറുപടി ഉണ്ടാകും നമുക്ക് കരുതാം. അത് സംബന്ധിച്ച ആഭ്യന്തര അന്വേഷണവും നടന്നേക്കാം. ഇടവേളയാണ് പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.